എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ നമ്മൾ ഇവിടെ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പരേഡ് കാണുവാൻ ഒരുപാട് ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹുഗ്ലി നദിയുടെ തീരത്താണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പരേഡ് നമ്മുടെ മുന്നിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഈ പരേഡിലെ അച്ചടക്കം നമുക്ക് കാണാൻ കഴിയും. കൈയും കാലും മനസ്സും അർപ്പിച്ച് ഇന്ത്യയുടെ ധീര ജവാന്മാർ ഇതാ നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ ഒരു സ്ഥലമാണിത്. കിങ് വില്യം മൂന്നാമൻ്റെ പേരാണ് ഈ ഫോർട്ടത്തിന് ഇട്ടിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പാർക്കാണ് ഇവിടെ. പരേഡുകൾ നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ യൂണിറ്റിൻ്റെ ജവാന്മാർ അഹോരാത്രം പരിശ്രമിച്ച് ട്രെയിനിങ് ചെയ്ത് ഇതാ റിപ്പബ്ലിക് ദിന പരേഡ് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര ചടുലമായ കാൽവെപ്പുകളാണ് അവിടെ. 1696 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ് ഫോർട്ട് വില്യം പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ഇത് ഇന്ത്യൻ ആർമിയുടെ അണ്ടറിലാണ്. ഏകദേശം 10,000-ഓളം ആളുകൾ ഇതിനുള്ളിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപഘടന. 1696 പണി കഴിപ്പിച്ച ഈ ഫോർട്ട് സിറാജുൽ ദൗളയുടെ ആക്രമണത്തെ തുടർന്ന് 1781 വീണ്ടും പുനർനിർമ്മാണം ചെയ്തു. ഏകദേശം 2 മില്യൺ പൗണ്ട് ചെലവായി എന്നാണ് കണക്കാക്കുന്നത്. ചരിത്രാതീതവുമായി ബന്ധമുള്ള ഈ കോട്ട വളരെ മനോഹരമാണ്. പരേഡിനു പുറകെ ചില കലാരൂപങ്ങളുമായി വിവിധ ഭാഗത്തു നിന്നും കലാകാരന്മാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജനുവരി മാസം ആണെങ്കിലും തണുപ്പ് ബംഗാളിനെ വിട്ടൊഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഇന്നിവിടെ അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യയിലെങ്ങും തണുപ്പ് മൂർധന്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ബംഗാളിൽ തണുപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞു. ഇരുചക്രവാഹനത്തിൻ്റെ റാലി ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ബാലൻസ് ചെയ്ത് ഇന്ത്യൻ ആർമിയുടെ ജവാന്മാർ നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ അനന്തരഫലം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു നീണ്ട റാലി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒരുപാട് വിശിഷ്ടാതിഥികളും ഇന്ന് ഈ പരേഡ് കാണുവാൻ നമ്മോടൊപ്പം ഈ പരേഡ് സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി, അതുപോലെ ഗവർണർ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും
നമ്മോടൊപ്പം ഇവിടെ സന്നിഹിതരാണ്. വിവിധ കലാരൂപങ്ങളും നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിലെ ഏറ്റവും വലിയ ഉത്സവമായ ദുർഗാ പൂജയെ അനുസ്മരിക്കുന്ന കലാരൂപ പ്രദർശനം ഇതാ നമ്മുടെ മുന്നിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുർഗാ പൂജയാണ് ബംഗാളിലെ ഏറ്റവും വലിയ ഉത്സവം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അന്നേ ദിവസം ബംഗാളികൾ സ്വന്തം നാട്ടിലെത്തും. വിവിധ സ്കൂളുകളിൽ നിന്നും വന്ന കുട്ടികളും ഈ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ അച്ചടക്കത്തോടുകൂടി അവരും ഞങ്ങളും ഈ പരേഡിന്റെ ഭാഗമാണെന്ന് അവർ തെളിയിക്കുകയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും അതിനെയെല്ലാം അവഗണിച്ച് ഒരുപാട് ആളുകൾ ഈ പരേഡ് കാണുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്യം അതിൻ്റെ 74ാമത് റിപ്പബ്ലിക് ഡേ ആണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ഹെലികോപ്റ്ററിൽ പുഷ്ടിയും ഇവിടെ ഉണ്ടായിരുന്നു. കലാകാരന്മാർ ഇതാ നമ്മളുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായാണ് ഇപ്പോൾ ഈ സ്ഥലം ഉപയോഗിക്കുന്നത്. മുൻകൂട്ടി പെർമിഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. VIP-കളുടെ മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.